എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇടവകയ്ക്ക് വേണ്ടി റീത്ത ട്രസ്റ്റി സമർപ്പിക്കും. ബഹുമാനപ്പെട്ട തോമസ് കുളക്കണ്ടിലോട്ട് അനുഷ്ഠാനം. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാർ, നമ്മളിൽ നിന്നും കടന്നുപോയ ഈ അച്ചായൻ ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ വളരെ അടുപ്പത്തിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയമായ കാര്യങ്ങളെപ്പറ്റി എനിക്ക് പറയാൻ അവകാശവുമില്ല, അധികാരവുമില്ല, അത് ഞാൻ കൈക്കൊള്ളുന്നുമില്ല. പക്ഷേ ചെറുപ്പകാലത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ചില സ്മരണകൾ ഞാനിപ്പോൾ അയവിറക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു, ഒരു സീനിയർ അംഗം എന്നുള്ള നിലയിൽ. ഈ കുടുംബത്തിൽ, അച്ചായൻ്റെ കുടുംബത്തിൽ മറ്റു 2 സഹോദരന്മാരുമുണ്ട്. അവരിലൊക്കെ വളരെ സൗമ്യനായിരുന്നു അദ്ദേഹം എന്നുള്ളത് പ്രത്യേകം പറയേണ്ടിയിരിക്കും. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 10-40 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും അടുത്ത ആറിൽ പോയായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊക്കെ ചെറുപ്രായക്കാരായിട്ടുള്ളവരൊക്കെ പോകുമ്പോൾ സാധാരണ രീതിയിൽ ആറിൻ്റെ കുറച്ച് താഴെ ഒരു വലിയ കയമുണ്ടായിരുന്നു. കയം വളരെ ആഴത്തിലുള്ള വെള്ളമുണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ചായന് ആ കയത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഈ ഞങ്ങളെപ്പോലുള്ള പൈതങ്ങൾ ആരെങ്കിലും താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ താക്കീത് ചെയ്ത് മുന്നോട്ട് അയക്കുന്ന പതിവുണ്ടായിരുന്നു. കുറേയൊക്കെ നീന്തു പോലും എന്നെ പഠിപ്പിച്ചത് ഈ അച്ചായനാണെന്നുള്ളത് എനിക്ക് സ്മരിക്കേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിദ്യാഭ്യാസമായിട്ടും ജോലിയായിട്ടും ഒക്കെ പല രാജ്യങ്ങളിലൊക്കെ പോകേണ്ടി വന്നു. അപ്പം എൻ്റെ മാതാപിതാക്കന്മാർ പ്രായമായപ്പോൾ ഞാൻ ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ എൻ്റെ വൈഫിനെ വീട്ടിൽ വിട്ടിട്ട് പോയി അവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി. ആ സന്ദർഭത്തിൽ ഈ അച്ചായൻ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സഹായിയായിരുന്നു. സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട്, പ്രത്യേകിച്ചിട്ട് മാർക്കറ്റ് ഡേയിലൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ കയറിയിട്ട് എൻ്റെ ഭാര്യയോട് ചോദിക്കും, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതും അദ്ദേഹം മാർക്കറ്റിൽ പോയി തിരിച്ചു വരുമ്പോൾ കൊടുക്കുമായിരുന്നു. കൂടാതെ പല കാര്യങ്ങളിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ വിളിച്ചുകൊണ്ടിരുന്ന ഒരു അച്ചായനായിരുന്നു സഹായത്തിന് വേണ്ടിയുള്ളത്. അതൊക്കെ വളരെ ഇന്നത്തെ ആളുകളിൽ അയൽവക്കക്കാരാണെങ്കിൽ തന്നെയും നമ്മൾ കാണാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ്. ഇങ്ങനെ ഈ രീതിയിൽ സൗമ്യനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പാത്താൽ പശു പാഞ്ഞാൽ പുലി എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു സന്ദർഭം ഈ ഞങ്ങൾ കണ്ടു, ഞാൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചിട്ട് നമ്മളുടെ ഈ ദേശത്തുള്ള ഒരു വലിയ ധനികൻ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചപ്പോൾ ഒറ്റ അയാളെ അടുത്ത് ചെല്ലുന്ന കണ്ടപ്പോൾ തന്നെ മറ്റേ ഭയന്ന് ഓടി. അങ്ങനെ ഏതാണ്ട് ഒരു തൊള്ളാങ് നീങ്ങാരെ ഓടിക്കുകയും ചെയ്തു. അപ്പോൾ വേണ്ടി വന്നിരുന്നാൽ പ്രകോപിച്ചാൽ പുലിയെ പോലെ ഉള്ള ധൈര്യമുള്ളൊരു മനുഷ്യനുമായിരുന്നു. അതുകൊണ്ട് ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ നാട്ടിന് മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. ഞങ്ങളുടെ കുടുംബത്തിന് അഗാധമായ ദുഃഖവും ഉണ്ടാച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞാനും ഇപ്പോൾ പെൻഷനായി കഴിഞ്ഞതിന് ശേഷം ഇരുന്ന്
തമാശ നമ്മുടെ ബാബക്കുട്ടി പറഞ്ഞ രീതിയിൽ നാട്ടിലെ കാര്യവും നാട്ടുകാരുടെ കാര്യങ്ങളിലും എല്ലാം ഉള്ള തമാശകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആണ് അദ്ദേഹത്തിന് അസുഖവും ഒക്കെയായി. അസുഖം എന്ന് പറഞ്ഞാൽ ശാരീരിക ക്ലേശം ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇടയിൽ ഈ പ്രായമായപ്പോൾ മകൻ അമേരിക്കയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടെ താമസിച്ചതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെ അമേരിക്കയിലെ ജീവിതം? അപ്പം പറഞ്ഞു, എൻ്റെ മക്കളുമാരെ, എത്ര നല്ല അമേരിക്കയിലെ എത്ര നല്ല ബംഗ്ലാവിലും എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിരുന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടാണ് നല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നീട് മകൻ ജോയി പിന്നെ കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചു എന്ന് ഞാൻ കേട്ടു. പക്ഷേ രണ്ടുപേരും അതിൽ നിന്നും അവർക്ക് നമ്മുടെ നാട്, നമ്മുടെ നാട്ടുകാരെ ഒക്കെ കണ്ട് ജീവിക്കുന്നതാണ് അവസാനിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹത്തിലായിരുന്നു. ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അച്ചായനെ ഒന്ന് കാണാനായിട്ട് പോയി. അപ്പോൾ ഒരു മകൾ കൂടെ ഉണ്ടായിരുന്നു. ആ മകൾ എന്നെ ആ മുറിയിൽ ഇവിടാണ് എന്ന് കാണിച്ചു. അന്നേരവും അച്ചായനും ആ അമ്മച്ചിയും ഒന്നിച്ച് ഒരു കട്ടിലിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ഒരു നല്ല ഭർത്താവായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അത്. അതുപോലെ തന്നെ ഈ വളരെ പ്രയാസപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെയും മക്കളെ എല്ലാം നല്ല നിലയിലാക്കി. അപ്പോൾ ഒരു നല്ല അപ്പനായിരുന്നു, നല്ല എല്ലാ കൊച്ചുമക്കളുടെ അപ്പനായിരുന്നു. ഏത് രീതിയിലും അദ്ദേഹത്തിന് ദൈവം നൽകിയ ആ ചുമതലകൾ ഭംഗിയാവണ്ണം നിർവഹിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങൾ കുളത്തൻകരോട്ട് കുടുംബത്തിൻ്റെ അഗാധമായ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും മറ്റുള്ളവരെയും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ റീത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം ഈ ദുഃഖത്തിൽ നിന്നും നിങ്ങളെ എല്ലാവരെയും ധൈര്യം തന്ന് ഇത് മുന്നോട്ട് പോകാൻ ഈ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇടവകയിലെ സേവ്യാ സംഘത്തിൻ്റെ അനുശോചനം അറിയിക്കുന്ന സമയമാണ്. ശ്രീമതി ലൈസാമ, അതിനുശേഷം ലിസി കോശി റീപ്രസംഗം. ബഹുമാനായ അച്ഛനെ, ഇടവാംഗങ്ങളെ, അപ്പച്ചൻ്റെ ബന്ധുമിത്രാദികളെ, പട്ടയിലെ സാമുവേശി, ഈ തോമാചായനെ ഈ ലോകത്തിൽ ഇപ്പോൾ 86 വയസ്സ് വരെ ജീവിച്ച് ഈ മുക്കത്തിൻ്റെ പ്രദേശത്ത്, തുമ്പോൺ പ്രദേശത്ത്, ബോംബെയുടെ പ്രദേശത്ത്, അമേരിക്കയുടെ പ്രദേശത്തൊക്കെയും ഈ അപ്പച്ചൻ ജീവിച്ചതാണ്. ഈ മക്കളെയൊക്കെയും വളർത്തി അവരെയൊക്കെ നല്ല സ്ഥാനത്താക്കി. ജോയി 1 മാസമേ അയാളൊരു കുടുംബമായിട്ട് വന്ന് കണ്ട് സന്തോഷങ്ങളെ സങ്കടങ്ങളെല്ലാം ഷെയർ ചെയ്ത് പോയി. അവിടെ ചെന്ന് ഒരാഴ്ചയായപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അതിന് പ്രകാരം അപ്പോൾ തന്നെ ജോയി തിരിച്ച് നാട്ടിൽ വന്നു. ഈ അപ്പച്ചനെ നോക്കാൻ ഓരോ ഭാഗത്തിൽ ആരുമില്ല. ഈ അപ്പച്ചനെ സംബന്ധിച്ചിടത്തോളം നോക്കാൻ മക്കൾ 4 പേരും മാറി 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 വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബോംബെയിലെ മോള്, അടുത്തൊരു മോളുണ്ട് ഗ്രേസി, അവളും അവളുടെ മോന്, ഭർത്താവ്, എല്ലാം എപ്പോഴും മാറി മാറി നോക്കുന്ന ഒരു ഭവനമായിരുന്നു. ഈ തോമച്ചാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വീട്ടിൽ താവളത്തിൽ ആവുന്ന കാലത്ത് ഇവിടെ അപ്പച്ചനുള്ളപ്പോഴും ഞങ്ങളുള്ളപ്പോഴും എപ്പോഴും വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും എനിക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു ഭവനത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി അച്ചായനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. ഈ അപ്പച്ചൻ്റെ വേർപാട് നമ്മുടെ ദേശത്തിനും നമ്മുടെ ഇടയ്ക്കും ഒക്കെ വളരെ ദുഃഖകരമാണ്. സംഘ സ്കൂളിലൊക്കെ ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ ഈ പള്ളിയിലാണ് എല്ലാവരെയും വിട്ട് പഠിപ്പിച്ചത്. ഈ അപ്പച്ചന് പ്രത്യേകമായ പള്ളിയെക്കാട്ടി പ്രധാന ആ കൂട്ടത്തിലുള്ള നമ്മുടെ വായനക്കൂട്ടത്തിൽ എപ്പോഴും ആക്റ്റീവായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. ആകുന്ന കാലത്തൊക്കെ പള്ളിയിലും അതുപോലെ അമ്മയാകുമ്പോഴൊക്കെ സേവാസമത്തിലും വന്നിട്ടുണ്ട്. ഒരു 10-15 വർഷം മുമ്പ് എനിക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ അപ്പച്ചനങ്ങൾ ക്ഷീണിച്ച് വല്ലാത്ത ഒരവസ്ഥയിൽ പുള്ളിക്ക് തന്നെ അങ്ങ് സംശയം ജീവിച്ചിരിക്കുമെന്ന്. അപ്പോൾ വീട്ടിൽ എപ്പോഴും വരുമെന്ന് പറഞ്ഞ് ഞാൻ ബോംബെയിലെ മൂത്ത മോടെ അവിടെ പോവുകയാണ്. ഇവിടെയൊക്കെ കാണിച്ചിട്ടൊന്നും അത്ര ശരിയായില്ല.
അവളവിടെ ഡോക്ടറെ കൊണ്ട് കാണിച്ച ഉടനെ അസുഖം ഇന്നതാണെന്ന് മനസ്സിലായി. തിരിച്ചൊരു 5-6 മാസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും പഴയ സമാചാരനാണെന്ന് തന്നെ ഓർത്ത് അത്ര ആരോഗ്യമായിട്ട് വന്നത്. മൂത്ത മോളെ കാര്യം വന്നൊക്കെ എന്നോട് വളരെയധികം, ഇളയ മോളും ബോംബെയിലുണ്ട്, എല്ലാവരുടെയും കാര്യം പറയും, എങ്കിലും മൂത്ത മോളെന്ന് കൊണ്ടുപോയി വളരെയധികം ശുശ്രൂഷിച്ചൊക്കെ എനിക്ക് ഓർക്കും. അതുപോലെ തന്നെ അമേരിക്കയിൽ പോയിപ്പോൾ പറഞ്ഞല്ലോ വിശേഷങ്ങളൊക്കെ വന്ന് പറയുകയും എടുക്കുകയും ജോയി വളരെ താല്പര്യത്തോടെ അവരെ കുടുംബമായിട്ട് കൊണ്ടുപോയി അവിടെ താമസിപ്പിച്ചത്. അങ്ങനെ ഈ ബോംബെയിലും അമേരിക്കയുടെ പ്രദേശത്തും നമ്മുടെ മുട്ടൻ പ്രദേശത്തും എല്ലാ ഇതിലും പുള്ളി നല്ല ആക്റ്റീവായിട്ട് നടന്ന് എപ്പോഴും ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നടന്ന മനുഷ്യനാണ്. ആരെയും ഡാനിയേലിനോട് പറയുന്ന പോലെ ഇനി പോയി വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി വാങ്ങിക്കുവാൻ നീ എഴുന്നേറ്റ് വരണം. അപ്പോൾ ഈ അപ്പച്ചനെ സംബന്ധിച്ചോളം ഇനി വിശ്രമമാണ്. നമ്മുടെ ഈ ലോക ജീവിതം നമുക്ക് കുറച്ചാൾ കഴിയുമ്പോൾ നമ്മളെ എല്ലാവരെയും വിളിക്കും, നമ്മളെല്ലാം ഇത് കണ്ടു പോകേണ്ടവരാണ്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ വിശ്രമത്തിൽ മധുരമായി ജീവിക്കാൻ അവിടെ നിത്യാന്തിയിൽ നമ്മൾ കാണപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കണം. ഈ കുടുംബാംഗങ്ങളെ പ്രത്യേകിച്ച് അവിടുത്തെ അമ്മ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സമാധാനം കൊടുത്താൽ ഒന്നും ശരിയാകില്ല. ദൈവം തമ്പുരാന്റെ ജീവസമാധാനം കടുവെള്ളത്തിലെയും അത് കണ്ണിനെ കണ്ണുനീരിനെയും തുടച്ചു മാറ്റണം. അപ്പോൾ എനിക്ക് പറയാനുള്ളൂ, എൻ്റെ വ്യക്തിപരമായ പേരിൽ, താവളത്തിലെ വീട്ടിൻ്റെ പേരിൽ, ഇടവക സേവാ സംഘത്തിൻ്റെ പേരിലുള്ള അനുശോചനം ഞാൻ രേഖപ്പെടുത്തുന്നു. സമർപ്പിക്കുന്നത് ലിസി കോശി. സീനിയർ സിറ്റിസനെ പ്രതിനിധീകരിച്ച് കേവൈദ്യൻ്റെ ചെലവ്. ബഹുമാനപ്പെട്ട അച്ഛൻ, വന്നുകൂടിയിരിക്കുന്ന ദൈവമക്കളെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങൾ, ഇന്ന് നാം പ്രത്യേക ഒരു സാഹചര്യത്തിലാണ് ഇവിടെ എല്ലാവരും സമീപരായിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ അയൽവാസിയാണ് തോമാച്ചായനും കൊച്ചമ്മയും. ഇവരെ നല്ലവണ്ണം ശരിയായി സ്റ്റഡി ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഭാഗത്തിൽ നിന്നും നടക്കുന്നത്. മരിച്ചു പോകുമ്പോൾ നല്ലൊരു യാത്ര അയക്കേണ്ടത് ആവശ്യമുണ്ട്. പ്രകൃതി തന്നെ ഇന്ന് വളരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്നലെ വരെയും ഇന്ന് രാവിലെ വരെയും അന്തരീക്ഷം വളരെ മോശമായിരുന്നു. അന്തരീക്ഷമൊക്കെ ദൈവം വളരെ അത്ഭുതകരമായി മാറ്റിത്തന്നതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്തു. സീനിയർ സിറ്റിസണിൻ്റെ ഒരു ചുമതലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രതിനിധി എന്ന നിലയിൽ 2 വാക്ക് പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതാണ് ഞാനിവിടെ നിൽക്കുന്നത്. ചില നാളുകൾക്ക് മുൻപ് ഞാൻ ആരും ആശ്രയില്ലാതെ ഇവർ 2 പേരും ഇരുന്നപ്പോൾ വേലക്കാരുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും കൃത്യസമായ സമയത്ത് പാൽ വാങ്ങിക്കൊടുക്കാനൊന്നും ആരുമില്ലായിരുന്നു. ഞാൻ പാൽ വാങ്ങാൻ പോകുന്നതായ സമയത്ത് ഈ അച്ഛൻ വളരെ ബന്ധപ്പെട്ടാണ് പാൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ പറഞ്ഞ അച്ഛൻ എന്തിനാണ്, ഞാൻ ചെയ്ത ഉപകാരത്തെക്കുറിച്ച് പറഞ്ഞതല്ല, അച്ഛൻ എന്തിനാണ്, ഞാനിവിടെ പാൽ വാങ്ങാൻ പോകുന്നുണ്ടല്ലോ, ഞാൻ പാൽ വാങ്ങി ദിവസവും അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടുവന്നേക്കാം. അങ്ങനെ പല ഉപകാരങ്ങൾ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാനുണ്ട്. അത് നിസ്സാര കാര്യമാണെങ്കിലും അവർക്ക് ആ സമയത്ത് വലിയൊരു അനുഗ്രഹമായി തീർന്നു എന്ന് ഞാനിപ്പോൾ ഓർപ്പിക്കുകയാണ്. കൂടുതൽ സമയമെടുത്ത് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും മരണ വീട്ടിൽ കടന്നു വരുന്നവർ വാസ്തവമായി ചിന്തിക്കേണ്ടത്, എൻ്റെയും ഒരവസ്ഥ ഇങ്ങനെ ഉണ്ടാകും, ഞാനും ഈ മരണത്തിന് കീഴ്പ്പെട്ടവനാണ്. മരണം എപ്പോഴാണ് സംഭവിക്കുന്നത്, ഏത് സമയത്താണ്, ഏത് വയസ്സിലാകുന്നു എന്നൊന്നും നമുക്ക് പറയുവാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങളുടെ നാട്ടിലെ ഒരു നല്ലൊരു തമാശക്കാരൻ, ഏത് പ്രശ്നങ്ങൾ കടന്നു വന്നിരുന്നാലും തമാശയോടുകൂടി അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ ഈ ഇടവകയിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മാറ്റപ്പെടുന്നതും വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മാത്രമല്ല, ഈ അടുത്ത കാലം വരെയും പ്രാർത്ഥനാ കൂട്ടങ്ങളിലും പള്ളിയിലും വന്ന് ക്രമമായി കുർബാന കൊള്ളുകയും പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ കടന്നു വരികയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ അടുത്ത സമയത്താണ് ഇത്ര വളരെയധികം ക്ഷീണിതനായത്.
86 വയസ്സ് വരെയൊക്കെ നമ്മൾ ഈ ഇരിക്കുന്നവരൊക്കെ ജീവിക്കുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അതെല്ലാം ദൈവഹിതമാണ്. എന്നാലും നമുക്ക് ജീവിതത്തിലൊരു പ്രത്യാശ വേണം. ദാവീദിനെ പോലുള്ള പ്രത്യാശ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ഇതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശ. പ്രത്യാശ എന്ന് പറയുന്നത് എനിക്ക് ഈ ലോകത്തിലുള്ളതെല്ലാം മാറ്റപ്പെട്ടിരുന്നാലും എൻ്റെ വലിയവനായ യേശുവിൻ്റെ സന്നിധിയിൽ ഞാൻ വീണ്ടെടുക്കപ്പെടും. ആ പ്രത്യാശയിൽ ജീവിപ്പാൻ തക്കവണ്ണം ഇവിടെ കടന്നു വന്ന നിങ്ങളും ദൈവമക്കളും ദുഃഖാന്തരായ തൻ്റെ കുഞ്ഞുങ്ങളെയും തൻ്റെ സഹധർമ്മിണിയെയും മറ്റുള്ളവരെയും ദൈവം ദുഃഖത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. ഇനി തുടർന്ന് അവരോടുകൂടി ചേർന്നിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സീനിയർ സിറ്റിസന്റെ പ്രതിനിധിയായി ഞാൻ കണ്ണുനീർ അർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുന്നു. നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിന് വേണ്ടി നന്ദി വാക്ക് പറയുന്നതിന് ശ്രീ ശ്യാമു. ബഹുമാനപ്പെട്ട സഭാവ്യത്യാസം കൂടാതെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായി ഇടവചനങ്ങളെ, പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവരെ എനിക്ക് ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഒരു വാക്കിൽ. ഞാൻ ഈ സംബന്ധിച്ച് കിടക്കുന്ന തോമാച്ചായൻ്റെ സഹധർമ്മിണിയുടെ സഹോദരനാണ്. ഇവിടെ വന്നതിൽ പിന്നെ ഞാൻ ഇവിടെ വന്ന് കണ്ടതിൽ പിന്നെ എനിക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾ, പ്രത്യേകിച്ച് സഭാവ്യത്യാസം കൂടാതെ വന്നിട്ടുള്ളതായ പാസ്റ്റേഴ്സ്, സിസ്റ്റേഴ്സ്, മറ്റുള്ളതായ വിവിധ സഭയിലെ ആളുകൾ എല്ലാം ഒരേ ഐക്യത്തിൽ ഈ കുടുംബത്തെ കൂടുതലായിട്ട് അവർക്ക് സമാധാനം കൊടുക്കുവാനായിട്ട് ഒക്കെയും വന്നു ചേർന്നത് കണ്ടത് എനിക്ക് വളരെയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടി നല്ലൊരു യാത്രയായിരുന്നു. പ്രത്യേകമായിട്ട് പ്രകൃതി തന്നെ, കാലാവസ്ഥ തന്നെ അതിന് മാറി നിന്നു. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണെങ്കിൽ അത് വളരെയധികം പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ കാര്യത്തിന് ഞാൻ അന്വേഷിച്ചതിൽ ഈ എൻ്റെ രാജ്യത്തെ രോഗാവസ്ഥയിലും അല്ലാതെ ഇന്നലെയും പല ദിവസങ്ങളിലായിട്ട് വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും അവർക്ക് വളരെയധികം സമാധാനങ്ങൾ, വാക്കുകൾ നൽകിക്കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നതാണ്. ദുഃഖാത്മരായ പടുത്തേരി പടിഞ്ഞാറ്റത്തിലെ കുടുംബാംഗങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്നതായ, അവർക്ക് കൊടുത്തിരിക്കുന്നതായ വലിയ ഒരു സ്നേഹ ആദരവ്, പ്രത്യേകിച്ച് റീത്ത് സമർപ്പിച്ചു, അനേക റീത്തുകൾ സമർപ്പിച്ചു, അതിലൊരു ആദരവാണ്. അങ്ങനെ നിങ്ങൾ ഇദ്ദേഹത്തോട് ചെയ്തിരിക്കുന്നതും ആ കുടുംബത്തോട് ചെയ്തിരിക്കുന്നതുമായിട്ടുള്ളതായ ആദരവും സ്നേഹവും ഒക്കെയും ഓർത്ത്, പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ അവർ ഒരിക്കലും അത് മറക്കുകയില്ല. അവർക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ എല്ലാവിധമായ ഭാവി കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ കാര്യത്തിനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടങ്ങളൊക്കെയും സംഘടിപ്പിക്കുമ്പോൾ അവരെ ഓർത്തും അവരെ ബന്ധപ്പെടുത്തിയും, പ്രത്യേകിച്ച് സഹോദരിയെ അവരുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, അവളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ആ കുടുംബത്തെ എപ്പോഴും പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു 1000 നന്ദി വീണ്ടും സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഈ പിതാവിനെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ നിന്ന് മായുകയാണ്. കുറച്ചു നേരം കൂടെ ഭൗതിക ശരീരം കാണാൻ കഴിയും. അനുശോചനം പറഞ്ഞ എല്ലാവരും കുടുംബത്തെയും ഈ മക്കളെയും ഒക്കെ വഴി നടത്തിയ ദൈവത്തെക്കുറിച്ചും അവർക്ക് തുറന്നു കൊടുത്ത സൗഭാഗ്യത്തെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും എല്ലാം സവിസ്തരം നമ്മളോട് പറഞ്ഞു.
എന്നാൽ എനിക്ക് നിങ്ങളോട് അതിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. 86 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ മുൻപിൽ മൗനമായി ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആരെല്ലാം ഇപ്പോൾ അപ്പച്ച എന്ന് വിളിച്ചാലും ഈ അപ്പച്ചൻ കണ്ണു തുറക്കില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും, ഈ നിൽക്കുന്ന ഞാനും, പുറത്തിരിക്കുന്നവരും, അകത്ത് ചാരി നിൽക്കുന്നവരും, ബെഞ്ചിലിരിക്കുന്നവരും, ഒരിക്കലും മരിക്കത്തില്ലെന്ന് വിചാരിക്കുന്നവരെല്ലാവരും ജനിച്ചു പോയോ അഭിമുഖീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണം. ഈ മരണം കഴിഞ്ഞ് എവിടേക്കാണ് പോകുന്നത് എന്ന ഈ മരണ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആളുകൾ ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതാണെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ്, ഓർമ്മിപ്പിക്കുക. ഈ ശുശ്രൂഷയാണ് എന്നെ ദൈവം ഫലമേൽപ്പിച്ചത്. എല്ലാവരും മരിക്കും. എൻ്റെ അപ്പൻ മരിച്ചു, എൻ്റെ സഹോദരൻ മരിച്ചു, എൻ്റെ വീട്ടിലൊക്കെ പല ആളുകൾ മരിച്ചു, നിങ്ങളുടെയും നമ്മുടെ എല്ലാവരുടെയും മരിക്കാറുണ്ട്. എന്നേക്കുമായി ലോകത്തിലെ കൺമുമ്പിൽ നിന്ന് പോകും. എന്നാൽ ഞാനെന്താണ് മരിക്കുന്നത്? എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ്? ഇത് തിരിച്ചറിയാൻ കഴിയാത്ത ആർക്കും ഈ 4 വിരൽ നീളമുള്ള ആയുസിന്റെ ദൈവോദ്ദേശം നിറവേറ്റാൻ സാധിക്കത്തില്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഒരു വൈദികനാക്കി, എനിക്ക് പാഴ്സനേജ് തന്നു, വീട് തന്നു, മക്കളെ തന്നു, കുടുംബം നൽകി, പണം നൽകി, വസ്തു നൽകി, കാറ് നൽകി, അത് നൽകി, ഇതെല്ലാം പറയാൻ കാണുന്നത് അതൊക്കെ സത്യമാണ്. ഒന്നും ആർക്കും വിസ്മരിക്കാനൊക്കെ. ഇതെല്ലാം എന്തിനാണ് തന്നത്? എന്തിനാണ് ഒരു പദവി നൽകിയത്? എന്തിനാണ് ഒരു ആയുസ് നൽകിയത്? എന്തിനാണ് ഒരു സഭയുടെ ചുമതല നൽകിയത്? എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം നൽകിയത്? എന്തിനാണ് ഇങ്ങനെ അറിവ് നൽകിയത്? എന്തിനാണ് ഒരു കുടുംബം നൽകിയത്? എന്തിനാണ് ഈ കാണുന്നതും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതെല്ലാം നൽകിയത്? ദൈവം നൽകിയതിലെ ഉദ്ദേശം നടപ്പിലാകാത്ത ആർക്കും ബാല്യകാലം, കൗമാരപ്രായം, യൗവനകാലം, വാർദ്ധക്യം, ഇവിടെ ഇരിക്കുന്ന സിംഹഭാഗം ആളുകളുടെ എനിക്കൊന്ന് യൗവനകാലത്ത് കുറവാണ് ഇവിടെ പോന്നിരിക്കുന്നത്. എനിക്കതൊക്കെ പോയത് ഒരു 80% മുകളിൽ പ്രായമുള്ള ആളുകളാണ്. 60 വയസ്സ് 50 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളാണ്. എന്റെ താഴെ കുറച്ച് പേര് കാണുന്നത് 4ാം ഘട്ടത്തിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകളാണ് ഇവിടെ ആക്കി. കുടുംബത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് കുഞ്ഞുങ്ങൾ കാണുന്നത്. ഇനി എത്ര കാലം ജീവിക്കാൻ ഞാനും നിങ്ങളും? വേദപുസ്തകത്തിൽ പറയുന്നത് പോലെ അതതിടങ്ങളിൽ അനേകർ മരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ഇറാഖിനോടുള്ള യുദ്ധത്തിൽ, ഇസ്രായേലുള്ള യുദ്ധത്തിൽ, ഭൂകമ്പത്തിൽ, ക്ഷാമത്തിൽ, പട്ടിണിയിൽ എത്രയോ ആളുകളാണ് ദിനപത്രങ്ങളിൽ മരിക്കുന്നത്. ഈ മരിക്കുന്നവരെ കുറിച്ച് ഈ ദേശത്ത് എത്രയോ ആളുകൾ പട്ടിണിയാൽ മരിക്കുന്നു, മാറാ രോഗങ്ങളാൽ കിടന്ന് വിഷമിക്കും. എന്തിനാണ് ഈ ആയുസ്? ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒരു ദിവസം ഈ യാഥാർത്ഥ്യത്തിലൂടെ മുൻപിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ലാസറിന്റെ കല്ലറയുടെ വാതിൽക്കൽ ചെന്നിട്ട് കർത്താവാൻ തമ്പുരാൻ പറയുകയാണ്. അതിന് മുൻപായിട്ട് ചെന്ന ഒരു സ്ഥലമുണ്ട്. ഏറ്റവും അധികം വേദനിക്കുന്ന സമസൃഷ്ടങ്ങളുടെ അരികിലാണ് മാർത്തയും മറിയും. യേശുവിനെ കാണാതിരുന്ന 4ാമത്തെ ദിവസം യേശു വന്നപ്പോൾ പറയുകയാണ്, നീ ഇനി വന്നിട്ട് കാര്യമൊന്നുമില്ല, നീ വീട്ടിലെ അംഗമായിരുന്നില്ല, നീ ഇവിടുന്ന് ഭുജിച്ചതല്ലേ, നീ ഇവിടെ വിശ്രമിച്ചതല്ലേ, നിനക്ക് പ്രിയമായിരുന്നവനല്ലേ പോയത്, നീ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ആവലാതിയുടെ പട്ടികകൾ ആവർത്തിച്ച് കണ്ണുനീരിന്റെ മധ്യത്തിൽ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാതൊരു ഒത്തും ഗോമയുമില്ലാതെ പറഞ്ഞ് വരുമ്പോൾ എല്ലാം കേട്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ കർത്താവ് പറയുകയാണ്, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. 4ാം ദിവസം ആണ് ഞാൻ വന്നതെങ്കിലും നാറ്റം വമിക്കുന്നു എന്ന് തോന്നിയിരുന്നാലും ജീവൻ നൽകിയ ഞാൻ ശബ്ദിച്ചാൽ, ജീവന്റെ ഉടമസ്ഥൻ ശബ്ദിച്ചാൽ ഏത് മരണത്തിന്റെ താഴ്വരകളിൽ നിന്നും മനുഷ്യൻ ഉദ്ധരിക്കപ്പെടും. കർത്താവിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഒരു 10 വർഷം കൂടെ കൊടുക്കാഞ്ഞത്? 96 ദൈവത്തിന്റെ സമയമാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഇന്ന് വീട്ടിൽ ചെന്ന് മരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാഴികയെ കുറിച്ച് നിങ്ങൾ ബോധ്യമുള്ള കാര്യത്തിൽ അതാണ് പാടാൻ പോകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെയാണ് അവനെ വെച്ചത്? ഉടനെ പറയുകയാണ്, നാറ്റം വെച്ചു. സാരമില്ല, അവിടേക്ക് പോയി സംശയാലുകളായിരിക്കുന്ന ആളുകളുടെ കണ്ണും മുമ്പിൽ വളരെ ദയനീയമായി നിന്നുകൊണ്ട് കർത്താവ് കരയുന്നതിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഏറ്റവും ചെറിയ വാക്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. യേശു കണ്ണുനീർ വാർത്തു. 11:35. യോഹന്നാൻ. എന്തിനാ കരഞ്ഞത് യേശു? അയ്യോ കഷ്ടമായി പോയി, അവൻ മരിച്ചു പോയല്ലോ, ഇവനിങ്ങനെ വന്നല്ലോ, ഈ വീടിനിങ്ങനെ വന്നല്ലോ. അതൊന്നുമല്ല. അതിനു മുൻപ് തന്നെ പറഞ്ഞു,
നിങ്ങൾ കരയുന്നതൊക്കെ ശരിയാണ്, അതെന്റെ ഹൃദയത്തെ വല്ലാണ്ട് ചൊടിപ്പിക്കുന്നു. എന്നാൽ നാറ്റം വമിച്ച 4-ാം ദിവസം വന്നിരിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ആ കല്ലറയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി എന്നാണ് എന്റെ വിചാരം. ഉന്നതനായ ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക്, പിതാവിന്റെ സന്നദ്ധിയിലേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, പിതാവേ, ലോകസ്ഥാപനം മുതൽ ഈ നാഴിക വരെ നീ എന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, ഇന്ന് കേൾക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3-ാമത്തെ ശബ്ദം ഇങ്ങനെയാണ്, ലാസറേ പുറത്തു വരിക. വീട്ടിൽ വെച്ച് പറഞ്ഞു, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ലാസറേ പുറത്തു വരിക. ഒരു ചിന്തകൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുറത്തു വരിക എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആ ദേശത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാവരും പുറത്തു വന്നേനെ. ജീവിച്ചിരുന്നപ്പോൾ എന്നിൽ വിശ്വസിച്ചവനാണ് ഈ മനുഷ്യൻ, അവൻ പുറത്തു വരും. എന്റെയും നിങ്ങളുടെയും പേർ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. വീട്ടിൽ വെച്ച് നമ്മൾ 2 പ്രാവശ്യം അത് പാടി. പേർ വിളിക്കുന്ന നേരം കാണും, പാടാൻ എളുപ്പമാണ്. ഉണ്ടോ എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളെ കുറ്റം പറയോ വഴക്ക് പറയോ എന്ന് വിചാരിക്കരുത്. ഹൃദയത്തിൽ ഇത് സ്പർശിക്കപ്പെടണം. ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം നമുക്ക് നല്ലതാണെങ്കിലും ഒരുക്കപ്പെടാത്ത ആർക്കും ഉയർത്തെഴുന്നേൽക്കാനായിട്ട് സാധിക്കില്ല. ഒരുക്കപ്പെടാത്ത ആരെയും എടുക്കുകയില്ല. ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. ഈ പിതാവ് കർത്താവിൽ വിശ്വസിക്കുന്നു, ഈ കുടുംബം കർത്താവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, ഇവിടെ നിൽക്കുന്ന ഞാനും നിങ്ങൾ കർത്താവിൽ നമ്പുന്നുവെങ്കിൽ നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മുടെ വിശ്വാസത്തെക്കാളുപരി ദൈവം നമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടപ്പാടുകളും ബന്ധങ്ങളും ശുശ്രൂഷകളും വിശ്വസ്തയോടെ നിർവഹിച്ചുവെങ്കിൽ അന്ത്യനായ രീതിയിൽ അതാണ് പറയുന്നത്. നല്ലവനും വിശ്വാസമുള്ളവനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിശ്വാസകനാക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. വിശ്വസ്തതയ്ക്കാണ് പ്രധാനം. നടുന്നിടത്ത് വളരുവാനുള്ള, നട്ടടത്ത് വളരുവാനുള്ള വിശ്വസ്തത. വളരുന്നിടത്ത് നടുവാനുള്ള ആഹ്വാനമല്ല, നട്ടടത്ത് വളരുവാനുള്ള വിശ്വസ്തത കാത്തുപാലിച്ച ഒരു മനുഷ്യനാണ് ഈ കിടക്കുന്നത്. അപ്പനും അമ്മയും വിശ്വസ്തതയോടുകൂടെ അഭംഗരം യാത്ര ചെയ്തു. അതാണ് എനിക്ക് ഈ ഇടവയെ കുറിച്ച് അനുശോചനം പറയുവാനായിട്ടുള്ളത്. നട്ടടത്ത് വളരുവാൻ, നട്ടടത്ത് ജീവിപ്പാൻ വിശ്വസ്തത പുലർത്തിയിരുന്ന ഞാൻ എന്റെ വാക്കുകളെ നിർത്തട്ടെ. നമ്മൾ എവിടെ നട്ടിരിക്കുന്നു അവിടെ നിൽപ്പാൻ, അവിടെ ശുദ്ധീകരിപ്പാൻ, അവിടെ വളരുവാൻ. അതാണ് അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാണ്. നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ഇടവയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഈ കുടുംബത്തിന്റെ വേണ്ടിയുള്ള വേദനകൾ, ഭാരങ്ങൾ പങ്കുചേർന്ന് ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. അടുത്ത ശുശ്രൂഷ തുടങ്ങുകയാണ്. എല്ലാവരും അവിടെ ഇരുന്നാൽ മതിയാകും. ഏവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് മാത്രം എഴുന്നേറ്റാൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും പാപികളുമായ ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അനിഷ്ടതയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണ പറയും, സന്തോഷങ്ങളുടെ വന്ദിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യം നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്ത് ഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷ
അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും വീഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമൊക്കെയിലും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. സകല സൃഷ്ടികളും അവയുടെ സ്ഥാനത്ത് നിന്ന് അഴിഞ്ഞു പോകാത്ത വണ്ണം വിറയ്ക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പനയാൽ ലോകം അവസാനത്തിലേക്ക് അടുക്കുന്നു. കവറുകൾ ഇളക്കത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവയിലുള്ള മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് നീതിയും സത്യമുള്ളതും തെറ്റിപ്പോകാത്തതുമായ ന്യായവിധിയിൽ തങ്ങളുടെ പ്രതിഫലം പ്രാപിപ്പാൻ ന്യായസ്ഥലത്തിലേക്ക് ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. തന്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തിങ്കൽ മേലുള്ളവർ ഭ്രമിക്കുകയും തന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിങ്കൽ മാലാഖമാർ വിസ്മയിക്കുകയും ചെയ്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനും തന്റെ പ്രകാശത്തിന്റെ കതിരുകൊണ്ട് കബറിലുള്ളവരെ ദർശിക്കുകയും തന്റെ ഭംഗിയുള്ള ശോഭം കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും ശക്തിയുമുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും തന്റെ തിരുവിഷ്ടത്തിന്റെ ആംഗ്യത്താൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവരും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന അശ്വികാതംബ്രാന് തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ജ്ഞാനവുമാകുന്ന മശിഹാതംബ്രാനെ, നീ സകല സൃഷ്ടികളുടെ സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരുടെ സാക്ഷാൽ പുനരുത്ഥാനവുമാകുന്നു. മഹത്വമുള്ള നിന്റെ പിതാവിന്റെയും സകലത്തിലും പരിശുദ്ധനായിരിക്കുന്ന നിന്റെ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരമില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ ഉണ്മയിലേക്ക് നീ വരുത്തി ദൈവികമായ നിന്റെ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ ആവിൽക്കരസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാവമൊഴികെ യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെ പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിന്റെ അധികാരത്തെ നീ മായിച്ചു. പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നവനുമായ കർത്താവേ, ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ വിനയ ഹൃദയത്തോടും നുറുങ്ങിയ ഹൃദയത്തോടും കൂടെ കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവും ശരീരവും വേർതിരിപ്പാൻ പാടില്ലാതെ വണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ഈ ദാസൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് ഇവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ ആനന്ദങ്ങളിൽ ഈ മകനാനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ ഈ ദാസൻ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ ഈ പിതാവ് പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സത്യപ്രധാനാചാര്യനായുള്ളവയെ നിന്നെ കുറിച്ചുള്ള അറിവിന്റെ പൂർണ്ണതയിൽ ഈ മകൻ ഇമ്പപ്പെടുകയും നിന്റെ വരവിങ്കൽ പാതാള ബന്ധനത്തിൽ നിന്നും പൊടിയിൽ നിന്നും ഈ ദാസൻ ഉയർത്തെഴുന്നേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ ഈ ദാസൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിന്റെ മേശയിൽ ഈ മകൻ സന്തോഷിക്കുകയും നിന്റെ തിരുവഴുത്തിന്റെ തേജസ്സിനാൽ ഈ ദാസന്റെ മുഖം പ്രകാശിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ഞങ്ങളെയും എല്ലാവരെയും ആശ്വസിപ്പിച്ചും പരിമാഗതിയുള്ള നടപടികളിലും വിശുദ്ധവാദങ്ങളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ സ്വർഗിൻ കീഴിൽ ഞങ്ങളെ മറച്ച് ദുഃഖവും അതിവേദനയും ഇല്ലാത്ത ഇടമായ സന്തോഷങ്ങളുടെ വാസസ്ഥലത്ത് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാനും ആദ്യന്തമില്ലാത്ത രാജ്യത്തിൽ നീതിമാന്മാരോടും വിശുദ്ധന്മാരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനൊന്നൊഴികെ പലരില്ലെങ്ങോമേ. ഉറ്റവരെയും ഉണർവാറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ഓടിയവൻ പാപികളെ തേടി നടന്നു. ആടലോടിഞ്ഞാദരവാൽ
അഗാധത്തിൽ താഴ്ന്നവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരളിയായ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും വലിയ പാപപരിഹാരവും കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാം. കുഞ്ഞാട്ടിനുടെ പാവന രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. നിന്തിരുവിഷ്ടം പോ മണ്ണാലെങ്ങനെ നീ മണഞ്ഞോ നിന്നാജ്ഞ. തുണയായി നിൽക്കണമേ. ഉന്നത മണവാളൻ ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധ ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവന്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മൗതമായ ഭാഗ്യങ്ങൾക്ക് അവകാശം എന്നുള്ള പ്രത്യാശയും മേൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുകയും എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഇനി ഞങ്ങളെ അനുഗ്രഹിക്കാം. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവർത്തിക്കൂ തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നാഥൻ. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതരാകും. ദൈവത്തിനോ മഹത്വവും തൻ സുതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും എന്നേക്കും. ആമേൻ, ആമേൻ. ഉന്നതത്തിൽ നിന്നും ഇറങ്ങി വന്നു മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിമാനായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവന പ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതർ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവൃത്തിയായി. എല്ലാ
മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നതിനായുമാകുന്നു. മരണം എല്ലാവരെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവും ആകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നെ ആജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യം അവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതാകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ വിളിക്കും നിങ്ങൾ തുണയായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്കും മരണം ഉപദേഷ്ടാവത്രേ. മരണനുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടുപോലുമില്ല. ഉത്തരമരുൾക അരുൾക ദേവാനുഗ്രഹിക്കാം. മർത്യചിത്തം അനുതാപേ നീ വരുത്തിയിടണമേ. അതാം തന്റെ സകല സന്താനങ്ങൾക്കും കലർത്തിയ മരണത്തിന്റെ കാസായ എത്ര കയ്പുള്ളതാകുന്നു. ആദാമോന്റെ സകല സന്താനങ്ങളും അത് കുടിപ്പാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അതിനെ പകർന്നിരിക്കുന്നു. എന്നാൽ ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നത് കേൾപ്പീൻ. ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും ശ്ലീഹന്മാരുടെ സ്തുതി. കർത്താവേ, വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്നാൽ എന്റെ സഹോദരരെ, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൽ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിലെ കർത്താവിന്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ കൽപ്പനയോടും പ്രധാനതോടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. മിശിഹായി മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരെ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബാറയ്ക്കുമാർ നാടകത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. നമ്മുടെ രക്ഷകനായ തന്നെ ചെറുതാമൻ സ്തുതി തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ. ജഡമെടുത്ത് ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു തമ്പുരാന്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു. എന്നാൽ ഈശോ തമ്പുരാൻ ഉത്തരമായിട്ട് അവരോട് അരുളിച്ചെയ്തത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവ് ചെയ്യുന്നവയെ തന്നെ പുത്രനും അങ്ങനെ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന സകലവും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതിന് ഈ പ്രവൃത്തികളെക്കാൾ അധികമായിട്ടുള്ളവയും അവന് കാണിച്ചു കൊടുക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിക്കുന്ന പ്രകാരം തന്നെ പുത്രനും താൻ മനസ്സാകുന്നവരെ ജീവിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ഒരുത്തനെയും ന്യായവിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് മാറിയിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ തന്നെയും ആകുന്നു. എന്തുകൊണ്ടെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു.
എന്നാൽ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധിയും നടത്തുവാൻ അവൻ അധികാരം കൊടുത്തു. ഖബറുകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തെഴുന്നേൽപ്പിനും പുറപ്പെടുവാനുള്ള നാഴിക വരുന്നു. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കർത്താവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്നർത്ഥം വരുന്ന പ്രിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ആത്മാക്കളുടെയും സർവ്വജടത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവനുമായ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുനരുദ്ധാനവും ജീവനുമാകുന്ന എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്തവനായ ഞങ്ങളുടെ മശിഹാ തമ്പുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹാ തമ്പുരാനെ നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ചു നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാനും തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം പ്രിയലായിസോൻ എന്ന് ചൊല്ലണം. ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന 2ാം ഭാഗം ശുശ്രൂഷയാണ് ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നത്. 3ാമത്തെ ഭാഗം ശുശ്രൂഷ സെമിട്രിയിൽ വെച്ചുള്ളതാണ്. ഭൗതിക ശരീരം ഇപ്പോൾ ദേവാലയത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് കാണാനുള്ള സാവകാശമുണ്ട്. അത് കഴിയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ഈ പെട്ടിയുടെ അടുത്തിട്ട് 2-3 ചെറിയ ചെറിയ പീസുകളുണ്ട്. അത് ഒതുക്കി ഓടി പെട്ടിക്കകത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദേവാലയത്തിൻ്റെ സെമിട്രിയിലേക്ക് കൊണ്ടുവരാം. കാണാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപിലേക്ക് വരാൻ കാണാം. അത് കഴിയുമ്പോൾ സെമിട്രിയിലേക്ക് ശരീരം കൊണ്ടുവരാം. ചുമതലപ്പെട്ടവർ വന്നിട്ട് കറിത്ത് താഴോട്ട് എടുത്തു വെച്ച് തൽക്കാലം എടുത്തു വെച്ച് പറഞ്ഞ വിധത്തിൽ ബോഡി ഒതുക്കി വെക്കണം. ഒരു പ്രാവശ്യം കൂടെ മക്കൾക്ക് ചുമ്മനം നൽകണമെന്ന് തോന്നുമെങ്കിൽ നൽകാം. അതിനുള്ള സാവകാശം. ഇപ്പോഴെടുക്കല്ലേ കൈ കത്ത് വീഴും. ഒരു നേരെ ആകട്ടെ. Sorry.
മതി. ഞാൻ പറയാം. നിങ്ങൾ എവിടെ ഇരുന്നാട്ടെ ഇനി. മതി. ആ സൈഡ് 3 എണ്ണം ഉണ്ട്. ഒരെണ്ണം അവിടെ, ഒരെണ്ണം നടക്കും. 4 പടിയകത്തും, അല്ലെങ്കിൽ പെട്ടി അടയത്തില്ല. മതി. പടി അടത്തില്ല. അവിടെ ചെല്ലുമ്പോൾ കുനിഞ്ഞ് നിന്ന് കളക്കാനൊക്കത്തില്ല, സ്പേസ് കുറവാണ്. കാലിൻ്റെ അവിടെ 3 എണ്ണം കാണും. കുറച്ച് ആളുകൾക്ക് ദേവാലയത്തിൻ്റെ സെമിട്രിയിലേക്ക് പോകാവുന്നതാണ്. പുറത്തേക്ക് പോകാം. തട്ടിയോ? ആണ്ടത് ഇവിടെ കാണും. ഇതിൽ കാല അടയത്തില്ല. ഇവിടെ ഈ കാലിൻ്റെ ഈ ഭാഗത്ത് ഉണ്ട്. അല്ലേ കാല് പൊങ്ങിയിരിക്കത്തില്ല. ഉണ്ട്, പൊക്കി കാണാം. അതൊക്കെ ഉണ്ടോ? അതിൻ്റെ സീറ്റ് തലേണ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞിട്ട് തലേണ എടുക്കും. തിരിച്ചോ? ക്യാമറ എടുത്തിട്ട് ഇതെല്ലാം ബൈക്ക് വെച്ചു കേട്ടോ. താഴെ പോലെ